Say hi. അപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന്, പക്ഷെ ഒരു ഡേ ഔട്ട് വ്ളോഗിലാണ് ഇപ്പോൾ ഞാൻ വരുന്നത്. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് പരിപാടികളും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങിയത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ നിന്നുകൊണ്ട് ഭയങ്കര ചൂടെടുത്ത് ചാന്ന്. ഇതിപ്പോൾ മഴ പെയ്താലും പ്രശ്നമാണ്, മഴ പെയ്തില്ലും പ്രശ്നമാണ്. എന്താ ചെയ്യാൻ മനുഷ്യന്മാർ ഒരു പിടിയില്ല. ഫസ്റ്റ് സ്റ്റോപ്പ് ഇപ്പോൾ നമ്മൾ ആക്ച്വലി പോകുന്നത് ഏട്ടൻ്റെ ഓഫീസിലേക്കാണ്. ഏട്ടന് കുറച്ച് പണിയുണ്ട്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അറിയാം. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ വല്ലിങ്ങനെ ഷോപ്പിംഗ് ഒന്നും അല്ല, ഒരു ചെറിയ കുട്ടി ഷോപ്പിംഗ് എന്ന് വെച്ചാൽ അല്ലറ ചിലർ സാധനങ്ങൾ നോക്കാണ്ട്. സ്പെഷ്യലി എന്താ പറയുക, ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊന്നും ആലോചിച്ചിട്ടില്ല, ഒന്നും ചിന്തിച്ചിട്ടില്ല, എവിടെയും പോയിട്ടില്ല. എൻ്റെ അമ്മ ബസ്സൊക്കെ കയറി വരുന്ന നോക്കിയാട്ടെ. നാട്ടിൽ റോട്ടിൽ പേടിക്കേണ്ട ഒരൊറ്റ സാധനം മാത്രമാണ് ബസ്സാണ്. എന്താണ് ഇവോ എന്താ ഉണ്ടാക്കിയേ? കാണിച്ചെടുക്ക്. എന്താ ഉണ്ടാക്കിയ? ഇവാനെന്തോ ഉണ്ടാക്കി കാണിച്ചു തരാണ്. എന്താ ഉണ്ടാക്കിയ? പൈസയാ? പൈസ ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ മമ്മി റിച്ച് ആയിരുന്നു. ബേ എന്ത് രസാ നാട്ടിലെ വഴികളും പോകുന്ന ഇടയ്ക്ക് കുറച്ച് വിക്കിപീഡിയാസ് ഒക്കെ കാണാൻ. അത് നമ്മൾ ഏട്ടൻ്റെ ഓഫീസിൻ്റെ അടുത്ത് എത്തി, വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ഏട്ടൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ നോക്കാം. ഏട്ടാ മാസ് ലുക്കിലാണല്ലോ. ഏട്ടൻ്റെ ഓഫീസ് തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ നേരെ പാരഗണിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് കഴിഞ്ഞ് സീറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ ഒരു മീൽസാണ് ഓർഡർ ചെയ്ത് എല്ലാവരും കൂടി ചേർന്ന്. അപ്പോൾ ഭയങ്കര വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൂടി വലിച്ച് വാരി എടുത്ത് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അടിപൊളി ടേസ്റ്റ് കിട്ടും, ഒരു രക്ഷയില്ല. പാരഗണിൻ്റെ മീൽസ് സൂപ്പറാണ്. അത് കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞ് തൃപ്തിയായതിനു ശേഷം നമ്മൾ അവസാനം ചായ വിടാൻ പാടില്ലല്ലോ, അങ്ങനെ ഒരു ചായ ഓർഡർ ചെയ്തു. അതും സൂപ്പർ അടിപൊളി ചായ. അതിന് ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. പുറത്തേതാ അടിപൊളി മഴ പെയ്യുന്നുണ്ട്, ചാറുന്നാണ് ആക്ച്വലി. നമ്മളിപ്പോൾ പാരഗോണിൽ കയറി ഫുഡൊക്കെ കഴിച്ചാൽ അടിപൊളി ഫുഡ്. എന്താ മമ്മീനെ ചോക്ലേറ്റ് ആണോ? ഒരാള് കൈക്കൂലി മേടിച്ചിട്ടാണ് ഫുഡ് കഴിച്ചത്. കൈക്കൂലി മേടിച്ചില്ല, കൈക്കൂലി വേണമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചല്ലേ അല്ലേ? കുറച്ച് കഴിഞ്ഞ് എന്തായാലും ഓണത്തിരക്കായിട്ട് മാർക്കറ്റിൽ കാല് കുത്താനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് മുട്ടായി തെരുവിലും പോകാണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ പോമീസിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങൾ നോക്കിക്കളയാന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ പിന്നീട് തിരക്ക് പിടിച്ച സമയത്ത് ഈ അവസ്ഥയിൽ ഇങ്ങനെ കറങ്ങി നടക്കൽ വൺ ടാസ്ക് ആയിരിക്കും. അതുകൊണ്ട് ഇപ്പം കുറച്ച് ടൈം ഫ്രീ കിട്ടിയുകൊണ്ട് ഇന്ന് തന്നെ പോയിട്ട് കുറച്ച് പരിപാടികൾ തീർത്താലെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പോമീസ് എത്തി. പോമീസിൽ കയറിയപ്പോൾ തന്നെ ഞാൻ കുറേ കാഫ്താൻസും കുർത്തീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായി. എനിക്കിഷ്ടമായി. അത് ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ച് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ എനിക്ക് ഒരു കാഫ്താൻ ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര കംഫർട്ടബിളാണ്. ആക്ച്വലി എല്ലാ കാഫ്താൻസ് കംഫർട്ടബിളും ഇതൊക്കെയാണ്, മെറ്റീരിയൽ വൈസും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാഫ്താൻ, ഇതാണ് ഞാൻ മേടിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ 1-2 സാധനവും കൂടി മേടിച്ചു. അങ്ങനെ നമ്മൾ പോമീസ് കയറിയിട്ട് കുറച്ച് സാധനം വാങ്ങിച്ച്, അധികമില്ല, കുറച്ചെന്ന് പറയുമ്പോൾ വളരെ കുറച്ച്. എനിക്കൊരു കഫ്താൻ ഭയങ്കര ഇഷ്ടമായി ആക്ച്വലി. ഒരു ഫീഡിങ് കഫ്താൻ പോലെ സംഭവമാണ്. രണ്ട് സൈഡ് സിപ്പ് ഉള്ളത്. അപ്പോൾ ഭയങ്കര നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല ക്ലോത്തിങ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടും പിന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നി. അപ്പം ഞാനത് ഒരെണ്ണം മേടിച്ചു. അപ്പം ഞാൻ അധികം ഫീഡിങ് ഗൗണോ അല്ലെങ്കിൽ ഫീഡിങ് നൈറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പരിപാടി അല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് യൂസ് ആവില്ല. അതുകൊണ്ട് ഞാൻ 1-2 അത്രേ ഉള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയൊക്കെ നോർമൽ ഡ്രസ്സസ് വെച്ചിട്ട് സെറ്റ് ആക്കാം. എന്ന് വെച്ചാൽ എന്തായാലും ഇപ്പോൾ അധികം പുറത്ത് പോകാനൊന്നും പോകാനില്ല. പിന്നെ പുറത്ത് പോയിട്ടുണ്ടെങ്കിലും ഓപ്പൺ ഷർട്ട്സ് കുർത്തീസ് അങ്ങനത്തെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെ പോമീസിന് വരുന്ന വഴിക്ക് നമ്മൾ നെസ്റ്റോ കയറി 2-3 സാധനം നോക്കാനുണ്ടായിരുന്നു. അവിടെ പാർക്കിങ്ങിലായിരുന്നു നമ്മൾ കാർ വാഷ് ചെയ്യാൻ കൊടുത്ത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ പോകുന്നത് മുട്ടായി തെരുവിലേക്കാണ്. അവിടെ പോയിട്ട് എനിക്ക് ഹാൻഡ് ബാഗും പിന്നെ ഒരു ചെരുപ്പ് നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓട്ടോ കയറിയപ്പോൾ തന്നെ ഈ വിൻഡോ സീറ്റ് പിടിച്ച് ഇതിന് ഭയങ്കര ഇഷ്ടം. പുറത്ത് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക, അതെല്ലാം മക്കൾക്കുള്ള പോലെ തന്നെ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ ഓട്ടോ റൈഡൊക്കെ എൻജോയ് ചെയ്ത് മുട്ടായി തെരുവിലേക്ക് എത്തി. കോഴിക്കോടിലെ SM സ്ട്രീറ്റ് നമ്മളെ മുട്ടായി തെരുവ് ഒരു അടിപൊളി വൈബ് തന്നെയാണ്. നല്ല എല്ലാ ഷോപ്സും അതേപോലെ തന്നെ
എപ്പോഴും ഒരു തിരക്കാണ്. ഇന്ന് അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു, വീക്ക് ഡേയ്സ് ആയതുകൊണ്ടായിരിക്കും. ടോയ് ഷോപ്പ് കണ്ടോടെ ഈവു നേരെ അങ്ങോട്ട് വിട്ടു. അങ്ങനെ കുറച്ച് ടോയ്സൊക്കെ നോക്കി. അപ്പോൾ കുറേ നാളായിട്ട് ഈവു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കുക്കിംഗ് സെറ്റ് വേണം. അങ്ങനെ അവസാനം ഒരു കുക്കിംഗ് സെറ്റ് മേടിച്ചു കൊടുത്തു. അവിടെ കുക്കിംഗ് സെറ്റ് കാണുന്ന സമയത്ത് ഞാനൊരു മാർബിൾസ് കണ്ടു. ലൈക്ക് പണ്ടേത്തെ ഒരു ഓർമ്മ. മാർബിൾസ് കണ്ടപ്പോൾ ഞാൻ എന്താ കയ്യിലെടുത്ത്. അങ്ങനെ ഈവുവിൻ്റെ കുക്കിംഗ് സെറ്റും പിന്നെ ഒരു ഡ്രോയിങ് ബുക്ക് മേടിച്ചതിന് ശേഷം നമ്മൾ എൻ്റെ ചെരുപ്പ് നോക്കാൻ പോയി. അപ്പോൾ ഫസ്റ്റ് ഷോപ്പ് കയറിയപ്പോൾ എനിക്ക് ചെരുപ്പ് അത്ര ഇഷ്ടമായില്ല. ലൈക്ക് ഒന്നും എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ച് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ ഷോപ്പ് നോക്കുകയാണ്. ഈ ഒരു ഷോപ്പിൽ അത്യാവശ്യം കളക്ഷൻ കണ്ടുകൊണ്ടാണ് ഞാൻ അവിടെ കയറി 1-2 ചെരുപ്പൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഇടാൻ അത്യാവശ്യം നല്ല കംഫർട്ടബിളൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കര ചൂസി ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു സംഭവം ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഞാനിവിടെ ഓരോ ചെരുപ്പ് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈവു മിററിൻ്റെ മുന്നേ കുത്തുന്ന ഷൂ ഇറക്കലാണ്. അങ്ങനെ ഈവുവിനോട് സൈഡ് മാറി തരാൻ പറഞ്ഞിട്ട് ഞാൻ ഇട്ട ചെരുപ്പിൻ്റെ ഭംഗിയൊക്കെ നോക്കി. അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമായില്ല, കുഴപ്പമില്ല, കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ എനിക്ക് എന്തോന്നറിയില്ല, ഇഷ്ടമായില്ല. അല്ല, അവസാനം ഞാൻ ഈ ചെരുപ്പാണ് എനിക്കിഷ്ടമായത്, ഞാൻ എടുത്തു. അത്യാവശ്യം കുറച്ചൊക്കെ ബാർഗെയിൻ ചെയ്തതിന് ശേഷം എനിക്ക് ചെരുപ്പ് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടി. ചെരുപ്പൊക്കെ വാങ്ങിയതിന് ശേഷം ഞാനത് ബാഗ് ഷോപ്പ് തപ്പി നടക്കുകയാണ്. അങ്ങനെ ഞാൻ ഏട്ടനോട് ബാഗ് ഷോപ്പ് നോക്കണമെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്ന സമയത്തുണ്ട് ഒരു അപ്പൂപ്പൻ കാർഡായിട്ട് വരുന്ന അതെൻ്റെ ഷോപ്പാണ്, ഇതിലേക്ക് കയറി കളക്ഷൻ ഉണ്ടാവും എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മൾ ആ ഷോപ്പ് കയറി കുറച്ച് ബാഗ്സൊക്കെ നോക്കി. അപ്പോൾ കുറേ ബ്രാൻഡ്സിൻ്റെ ഫസ്റ്റ് കോപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കുറേ ബാഗ്സ് അടിച്ച് പെരുക്കി നോക്കിയിട്ടും പിന്നെ അപ്പുറത്ത് കുറേ കളക്ഷൻസ് നോക്കിയതിന് ശേഷം എനിക്കൊരു ബാഗ് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാനൊരു ബാഗ് വാങ്ങി. അതിൻ്റെ മുന്നേ ഞാൻ കുറേ ഓപ്ഷൻസ് വെച്ച് ഏട്ടനോട് ചോദിക്കുന്നുണ്ടായി ഏതാ നല്ലത്, ഏതാ എന്താ പറയുക എനിക്ക് സൂട്ടാവുന്നുള്ള രീതിയിൽ. എന്നിട്ട് ഫൈനലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബാഗ് കിട്ടി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി മുട്ടായി തെരുവിൽ അല്ലെങ്കിൽ ആ സൈഡ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കല്ലന്താസ് പോയിട്ട് ജ്യൂസ് കുടിക്കണമെന്നില്ല, എന്തായാലും ഉറപ്പ് തന്നെയാണെന്ന് വെച്ചാൽ അത്രയ്ക്കും അടിപൊളി ടേസ്റ്റും പിന്നെ എൻ്റെ ഫേവററ്റ് ഡെസ്റ്റിനേഷനാണ് ജ്യൂസിന് വേണ്ടിയിട്ട്, ജ്യൂസല്ല ഷേക്കിന് വേണ്ടിയിട്ട്. ഞാനൊരു മാംഗോ ഷേക്കും ഏട്ടനൊരു അവോക്കാഡോ ഷേക്കായിരുന്നു പറഞ്ഞത്. അപ്പോൾ മാംഗോ ഷേക്ക് അടിപൊളിയാണ്, അതെപ്പോഴും 1 ഹിറ്റാണ്. ഞാനും ഈവും കൂടി ഒരു മാംഗോ ഷേക്ക് ഷെയർ ചെയ്ത് കുടിച്ചു. ഏട്ടനൊരു ബട്ടർ ഓർഡർ ചെയ്തിരുന്നു, പക്ഷെ ബട്ടർ ഇച്ചിരി കഴപ്പുള്ളതുകൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് ചിക്കു ഓർഡർ ചെയ്ത്. ചിക്കു ഷേക്ക് വരുന്നവരെ ഞാനും ഈവും കൂടി ഇതാ റോക്ക് പേപ്പർ സിസർ കളിക്കുകയാണ്. അങ്ങനെ ഈവന് ഇഷ്ടമുള്ളൊരു ഗെയിമാണ് റോക്ക് പേപ്പർ സിസർ, എപ്പോഴും കളിക്കും. അങ്ങനെ നമ്മൾ ചിക്കു ഷേക്ക് എത്തി, നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ ഷേക്കൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം ഒരു സ്വീറ്റ് ക്രേവിങ്സും മാറി. അപ്പോൾ നല്ലൊരു അടിപൊളി സുഖം. എന്നിട്ട് നമ്മൾ വീണ്ടും ഓട്ടോ പിടിച്ചിട്ട് ഗൂഗിൾ മോളിലേക്ക് പോവുകയാണ്. നമ്മളെ കാർ ഏകദേശം വാഷ് ചെയ്ത് റെഡി ആയിട്ടുണ്ടാവും, അപ്പോൾ അത് പോയി എടുക്കണം. എവിടെ മിറർ കണ്ടാലും എനിക്കൊരു വീഡിയോ എടുക്കുന്നത് മസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാ പെണ്ണുങ്ങൾക്ക് ഒരേപോലെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെ കാർ ഇതാ കഴുകി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നേരെ ഇനി വീട്ടിലേക്ക് വിടാം. അങ്ങനെ നമ്മൾ കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ആക്ച്വലി കുട്ടിയല്ല, കുറച്ച് നീണ്ടുപോയി, രാമായണ കഥ പോലെ. അങ്ങനെ ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഇതാ ഫുഡ് എടുത്തിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.